ടോവി അർദ്ധനഗ്നനാണ്. അല്ല ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അല്ലാതെ വെറുതെ നമുക്ക് എവിടെയെങ്കിലും തൊടുവോ ഇതാക്കുക. ചില ആളുകൾക്ക് ഒരു ഇക്കിളൊക്കെ വരുന്നൊരു അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്റെ ഇദ്ദേഹത്തിന് ഇക്കിളിയായോ? എനിക്ക് എന്ത് ഇക്കിളി അഭിനയിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പറയും അയ്യോ സുരഭി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ മാറ്റാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ പിന്നെ ഞാനിത് കഴിയട്ടെ, അതൊക്കെ ഫാക്ട് ആണ്. 3 പേരിലും കാണുന്നുണ്ട് സംഭവത്തിന്റെ ARM പ്രൊമോഷനുമായിട്ട്. എന്തുകൊണ്ട് ഈ കുട്ടിയിൽ മാത്രം മതിയില്ല ARM പ്രൊമോട്ട് ചെയ്യാൻ മതി? ഞാൻ അത് ഇട്ട കുടുംബശ്രീക്ക് പോകാന്ന് വിചാരിക്കും. തൊഴിലുറപ്പിന് പോകുകയാണെന്ന് കരുതുന്നത് കൊണ്ട് എനിക്ക് ഇവര് ഷർട്ട് തന്നില്ല. ഹരീഷേട്ടന് ഭയങ്കരമായിട്ട് റൊമാൻസ് ഒക്കെ ചെയ്യാൻ വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. ആണോ? എന്നിട്ട് അതിനുള്ള സ്പേസ് ഇവിടെയും കിട്ടിയില്ലേ? മലയാള സിനിമ മണിയനും ഇല്ലേ കൊടുക്കില്ല. ഞാൻ കണ്ടു 3 ഹീറോയിൻസ് ആയിട്ടുണ്ട്. 3 കുതിരക്ക് പന്തം കണ്ട് ഞാൻ ഓടാൻ പാടില്ല എന്നുള്ള അറിയില്ലോ. കുതിര എന്നെ കൊണ്ട് ഒറ്റ പോക്കാണ്. ഞാൻ ഈ കാട്ടിക്കട ഈ ശബ്ദം ഉണ്ടാക്കണം, ഇത് വലിക്കുകയും വേണം. ഞാൻ പോയതും സെറ്റിന് തീ പിടിച്ചു. അപ്പൊ ഇല്ല അപ്പൊ ലാസ്റ്റ് വിടുള്ളൂ എല്ലാപ്പുറത്തിലും. നമുക്ക് ജിതിനെയും കുറിച്ച് പറയാണ്ടിരിക്കാൻ തീർച്ചയായും. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ദി വിത്ത് രമ്യയിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, അല്ലെ നമ്മൾ കാണാൻ പോകുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത് അജയന്റെ 2ാം മോഷണത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്നാലും എന്റെ അജയാന്ന് വിളിക്കണോ, ഇവിടെ മണിയനാണോ, ഏതിലെ ക്യാരക്ടറിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ശരിക്കും വിചാരിച്ചതേ ഈ പേര് കേട്ടപ്പം മീശ മാധവൻ പോലെ നമുക്കൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ചെറിയ തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കള്ളനായിരിക്കും. കാരണം ടൊവിയായിട്ടും കൂടെ അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ്. ശരിക്കും ടീസർ റിലീസായിട്ട് കണ്ടപ്പോ ശരിക്കും ഞാൻ പേടിച്ചു പോയി. ടൊവിയുടെ ആ ഒരു മണിയനാണോ ആ ക്യാരക്ടർ? പിന്നെ എന്തിനാ മോഷ്ടിക്കാൻ പോണേ? മോഷ്ടിക്കുന്നവർക്ക് ഞങ്ങൾ കള്ളനല്ലേ, സാഹചര്യങ്ങളല്ലേ മോഷ്ടിക്കുന്നത്. എന്നാലും മോഷ്ടിച്ചാൽ അവൻ കള്ളനായി അല്ലേ? അല്ലേ ഹരി? സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചില കാര്യങ്ങൾ. ഇതിപ്പം നേരത്തെ ഇതിനെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം താഴെ ഒരു സാധനം കിടക്കുന്നുണ്ട്, അത് നമ്മൾ എടുക്കുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് അത് വേറൊരാൾ എടുക്കുമ്പോ അതെങ്ങനെയാ മോഷണമാവുന്നത്? മോഷണമല്ലല്ലോ. അതുപോലെയാണ്. അങ്ങനെയാണ്. അപ്പം ഇത് ഈ അജയൻ ചെയ്യുന്നത് ആക്ച്വലി മോഷണമല്ല, അതൊരു സിറ്റുവേഷനാ. ഓഹോ, അപ്പൊ പിന്നെ ജിതിനെ കൂടെ കാണണമായിരുന്നു. പിന്നെ പാവം ഞങ്ങളുടെ ടോവിനോടെ ഇങ്ങനെ ഒരു കള്ളനാക്കി ചോദിക്കണം. അടിപൊളി കള്ളനാ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് മണി എന്ന് പറയുമ്പോ. അപ്പൊ ഈ ടോവിയുടെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു സാധാരണ ഒരാൾ സിംഗിൾ ചെയ്തിട്ട് ഡബിൾ ചെയ്തിട്ട് ഇത് ഒറ്റയടിക്ക് സിംഗിൾ ട്രിപ്പിൾ റോളിംഗ് ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞേ, സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്, മിന്നൽ മുരളിയിൽ ചെയ്തിട്ടുണ്ട്. മിന്നൽ മുരളിയിൽ അത് അച്ഛൻ. ആ ശരിയാണല്ലോ, അത് ഞാൻ. പിന്നെ എന്റെ ഉമ്മാന്റെ പേരിലുണ്ട്, അതൊരു ഷോട്ടല്ല. ഞാൻ കൊറേ ഡബിൾ ചെയ്തു, ഇനി ത്രിബിൾ ചെയ്യുന്നു. അവിടെ കുമ്പിടിയാണ്, അവിടെയും കണ്ടു ഇവിടെയും കണ്ടു, എല്ലായിടത്തും കണ്ടു. അപ്പൊ എന്താണ് എന്നിട്ട് ഈ സംഭവത്തിൽ ഇതില് ഒരാൾ ക്യാരക്ടർ മാത്രമേ കള്ളനായിട്ടുള്ളൂ? അപ്പൊ അതെ, ഒരാള് കള്ളൻ, ഒരാളൊരു യോദ്ധാവ്, ഒരാള് ട്യൂഷൻ മാഷ്. ഓ അങ്ങനെയാണ്. അപ്പൊ ഒരേ സമയത്ത് 3 പേരും വരുന്നുണ്ടോ? ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാൻ കേട്ടോ. ഇല്ല, ഇത് 3 കാലഘട്ടത്തിലാണ്. ഒന്ന് 17th സെഞ്ചുറി, ഒന്ന് 1950s, ഒന്ന് 1990s, ഇങ്ങനെ 3 കാലഘട്ടത്തിലാണ്. പക്ഷെ സിനിമയിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് നോൺ ലീനിയർ നരേഷനിൽ പോകുന്ന കാരണം കൊണ്ട്. ഓക്കെ, നിങ്ങൾ ഈ 3 പേരിലും കാണുന്നുണ്ട് സംഭവത്തിന്റെ ARM പ്രൊമോഷനുമായിട്ട്. എന്തുകൊണ്ട് ഈ കുട്ടിയിൽ മാത്രം മതിയില്ല ARM പ്രൊമോട്ട് ചെയ്യാൻ മതി? ഞാൻ അത് ഇട്ട കുടുംബശ്രീക്ക് പോകാന്ന് വിചാരിക്കും. തൊഴിലുറപ്പിന് പോകുകയാണെന്ന് കരുതുന്നത് കൊണ്ട് എനിക്ക് ഇവര് ഷർട്ട് തന്നില്ല. ഇത് ഞാൻ ഇത് എവിടെ ഇവ നോക്കിയപ്പോ ഇവരുടെ എല്ലാവരുടെയും നെഞ്ചത്ത് ARM. അതെ അതെ അതെ, എന്റെ ഹൃദയം നിറയെ ARM. അതുപോലെ നമുക്ക് പബ്ലിസിറ്റി വേണം, പരസ്യമായിട്ട് ARM അഡ്മിറ്റ് ചെയ്യണം. ഇതിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, അപ്പൊ അവരെ പ്രതിനിധീകരിച്ച്
ന്യായീകരിച്ചുകൊണ്ട് ഞാനൊന്ന് കളർഫുൾ ആവുമെന്ന് വിചാരിച്ചു. എല്ലാവരും യൂണിഫോമിൽ ഇരിക്കട്ടെ. സ്ത്രീകൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മള് ഇതിന്റെ പുറത്ത് ഏറെ മടിച്ചല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും ഡിസൈനർ സാധനത്തിന്റെ അടുത്ത് കഴിഞ്ഞാൽ ഏറെ പ്ലെയിൻ ഷർട്ടിൽ അടിക്കുന്ന പോലെയാണോ അത്? ഓക്കെ, അപ്പൊ അവിടെ ഒരു എക്സ്ക്ലൂസിവിറ്റി കിട്ടിയിരിക്കുകയാണ്. ഇതിന്റെ സംഭവത്തില് ഞാൻ കേട്ട ഒരു ഫേക്ക് ന്യൂസ് ആണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സംഭവത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾ ഭയങ്കര തീപിടുത്തം ഉണ്ടായി അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത് ഷൂട്ടിംഗ് സമയത്ത്? ഇതൊക്കെ ജെനുവൻ ആയിട്ടുള്ള ന്യൂസ് ആണോ? ശരിക്കും തീപിടുത്തമുണ്ട്, സെറ്റ് പകുതി ചൂട് കൊണ്ട് തീപിടുത്തം ഉണ്ടായിട്ട് പിന്നെ സെറ്റൊക്കെ കത്തുന്നത് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ഞാൻ പോയതും സെറ്റിന് തീ പിടിച്ചു. അപ്പൊ ഇല്ല അപ്പൊ അല്ല അതുകൊണ്ടല്ല. അപ്പൊ ആ സമയത്ത് എന്റെ ബ്രദർ വണ്ടിയിലിരിക്കുക. അപ്പൊ അവരൊക്കെ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പൊ വണ്ടിയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് തീ പിടിച്ചപ്പോ വണ്ടി മാറ്റാൻ പറഞ്ഞു. ബാറ്ററി തീർന്നു പോയി. പിന്നെ എല്ലാരും കൂടെ വണ്ടി ഉണ്ട്. ഞാൻ പറഞ്ഞൊരു 10-40 ലക്ഷം ഉറുപ്പ്യ ഇങ്ങനെ നിന്ന് കത്തുന്ന കാണേണ്ടി വരില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കാരവന്റെ ഇതില്ലേ കർട്ടൻ അങ്ങിട്ട് എന്റെ ബ്രദർ മാനസികമായിട്ട് വേദനിക്കട്ടെ ശരിക്കും അങ്ങനെയുണ്ട്. അവിടുത്തെ ആ ടെറൈൻ അങ്ങനെയാ, ബിക്കോസ് ഭയങ്കര ചൂടാണ്. ചീമേനി എന്ന് പറയുന്ന കാസർഗോഡ് ആശ്വാസമുള്ള രാത്രി കൊടും പയ്യോളി അല്ല പയ്യന്നൂര് കഴിഞ്ഞിട്ട് ചീമേനി വേറെ പോത്തങ്കോട് പോത്തങ്കോടൊക്കെ വേറെ പോത്താങ്കണ്ടം അതിലുറപ്പിക്കാം. എന്റെ വീട് അവിടുന്ന് ഒരു 15 കിലോമീറ്റർ. അപ്പൊ അദ്ദേഹം പറയുന്നതായിരിക്കും കറക്റ്റ്. എങ്ങനെയാ പറയാ? പോത്താങ്കണ്ടം. അപ്പൊ അവിടെയായിരുന്നു നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം. അവിടെയാണ് ഈ സംഭവം നടന്നത്. കാക്കയ്ക്ക് പോലും ഇരിക്കാൻ ഒരു സ്ഥലമില്ല. അതെന്താ? ഒരു മരം വേണ്ടേ കാക്ക ഇങ്ങനെ പറന്നു പോകുമ്പോ ടോബി ഇങ്ങനെ അടിയിൽ കൂടെ പോവും. അതാ ഒരു തണൽ പകൽ സമയത്ത് ആണല്ലേ? സ്ഥലം അതുപോലെ നിങ്ങളുടെ ആ നാട്ടുകാർ ഫുൾ ഡ്രൈ ആണോ? അല്ല അതുകൊണ്ടല്ല, ഞങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് തെരഞ്ഞെടുത്ത സ്ഥലം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലം വേണമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം വേണമായിരുന്നു. പിന്നെ ടോബി അർദ്ധനഗ്നനാണ്. അല്ല ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അല്ലാതെ വെറുതെ അത് പറഞ്ഞപ്പോഴേ ടോബി അല്ല അർദ്ധനഗ്നൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് അർദ്ധനഗ്നുള്ള ഏറ്റവും പ്രശ്നം. ദേഹം മൊത്തം പെയിന്റ് അടിക്കണല്ലോ. എത്ര പേരെ രാവിലെ എണീറ്റ് പെയിന്റ് അടിക്കും. ഞാനും പോണേ. പക്ഷെ കൂടുതലും നൈറ്റ് അല്ലേ ഷൂട്ട് പോയിട്ട്. അത് നമ്മൾ ഈ ചൂട് മേടിച്ചാൽ നൈറ്റ് കൂടും തണുപ്പ്. അല്ല നമ്മുടെ പിന്നെ പ്രമോദ് ഷെട്ടി ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ ഇങ്ങനെ ആകാശത്തിലേക്ക് പറക്കും. ആ സീനിന്റെ ഒരു പ്രത്യേകത എന്താ പറയുമോ? ആ സീൻ ഈ മണിയൻ ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങിയിട്ട് 4-ാം ദിവസമോ 5-ാം ദിവസമോ ഷൂട്ട് തുടങ്ങിയതാ. അത് തീർത്തത് അതിന്റെ ലാസ്റ്റ് ദിവസത്തിന്റെ തൊട്ട് മുമ്പ് ദിവസം. എല്ലാ ദിവസവും നമ്മളവിടെ ചെല്ലുന്നു, ഈ സീനിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങുന്നു, പെട്ടെന്ന് മഴ പെയ്യുന്നു. മഴ പെയ്യുന്നത് എപ്പോഴാ? ഞാൻ കുളിക്കാൻ പോകും. അതായത് ഞങ്ങള് പറയും അല്ലെ എന്റെ അപ്പൊ ജിതിൻ എന്നും പറയും സുരഭിയുടെ പാനിന്ത്യം കുളി ഇന്നാട്ടോ, സുരഭിയുടെ പാനിന്ത്യം കുളി ഇന്നാട്ടോ എന്ന് പറയും. അങ്ങനെ ഞാനിങ്ങനെ കുളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോ മഴ പെയ്യും. അപ്പൊ നിർത്തും. വീണ്ടും 12 മണി ആ സമയത്താണ് അതിന്റെ കണ്ടിന്യൂറ്റി, ആ ലൈറ്റും കാര്യങ്ങളൊക്കെ. കാന്താരയുടെ ഫൈറ്റ് മാസ്റ്റർ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു ഫൈറ്റ് മാസ്റ്റർ അല്ലേ? ഒരു കണ്ണിച്ചോരില്ലാത്തൊരു ഫൈറ്റ് മാസ്റ്റർ അല്ലേ? കൊറേ ഇട്ട് അങ്ങനെയല്ല, കണ്ണില് മാത്രം ചോര വന്നില്ല മൊത്തം ചോര വന്നിട്ടുണ്ട്. ആണോ? അത് കണ്ട സുരഭി അത് ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ അത് എത്ര ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഇത് കാണുമ്പോ ഒന്ന് മുന്നോട്ട് നിക്കണം. ഞാൻ മെല്ലെ ആ ഇറയത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, എനിക്കറിയാൻ താഴെ ഇറങ്ങിയ ഇതൊരു 7 ദിവസം കഴിയും തീരാൻ. ചെറിയ കറക്റ്റ് തണലത്ത് അഭിനയം എല്ലാം കണ്ടു ആയിട്ടുണ്ടായിരുന്നു. അതെ, എല്ലാത്തിനകത്തും നമ്മൾ ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഹരീഷ് വന്നിട്ടുണ്ടല്ലോ അവിടെ പോലീസ് ആയിരിക്കുന്നു. അപ്പൊ ഈ കളറെ പിടിക്കാൻ വന്ന പോലീസേ അല്ല ഇതിനകത്ത്. പിന്നെ എന്നാലും എന്തെങ്കിലും കൊണ്ടേ ഞാൻ സുധീർ നായർ അല്ല വർമ്മ. നിങ്ങൾ ഈ ജാതിയെ കുറിച്ച് നമ്മളെ ഫ്രണ്ടാ സുധീർ വർമ്മ. അപ്പം എന്റെ ക്യാരക്ടർ ബോംബെ നിന്നാണ് വരുന്നത്. പിന്നെ അയാൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് നോക്കി വരുന്നതാണ്. ആൻഡ് അതാ നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ ഒരു പോലീസോ അല്ലെങ്കിൽ ഈ ഡായിഡോ പറയുന്ന ഒരു വില്ലൻ ക്യാരക്ടർ അതുപോലെയല്ല. ഈ ക്യാരക്ടറിന് ഒരു അജണ്ടയുണ്ട്. അത് എന്താ പറയാ, അത് കിട്ടാൻ വേണ്ടി പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുന്നത്. അവിടെ അജയനെ കാണുന്നു. പിന്നെ
അവർ തമ്മിലുള്ള സാധനങ്ങൾ. സോ എനിക്ക് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് വെരി ലൗഡ് ബട്ട് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അത് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ക്യാരക്ടർ, ഭയങ്കര ലൗഡ് അല്ല, അധികം സംസാരിക്കുന്ന ആളല്ല, പക്ഷെ എന്നാലും അയാളുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉപദ്രവം ഒരു രീതിയിലും ചെയ്യുന്നില്ല. പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ മറ്റേ ഫൈറ്റോ അങ്ങനത്തെ രീതിയിലുള്ള ആളല്ല. ഫിസിക്കൽ അല്ല, ഓക്കെ, ഫിസിക്കൽ അല്ല, പക്ഷെ ആ ക്യാരക്ടറിന്റെ കണ്ണിങ് ആണ്. അതെ, ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അയാളും അങ്ങനെ ഒരു പ്യൂർ ഈവിൾ എന്നുള്ള പോലെ അല്ല. എനിക്കറിയില്ല, ഞാൻ ഈ കാലഘട്ടത്തിലില്ല, ഞാൻ ഈ നൂറ്റാണ്ടിലില്ല. അത് വേറെ നൂറ്റാണ്ട്. സോ ഇതാണ് കറന്റ് എന്ന് പറയുമ്പോ 90s അജയന്റെ കൂടെ. ഹരീഷേട്ടന് ഭയങ്കരമായിട്ട് റൊമാൻസ് ഒക്കെ ചെയ്യാൻ വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. ആണോ? എന്നിട്ട് അതിനുള്ള സ്പേസ് ഇവിടെയും കിട്ടിയില്ലേ? മലയാള സിനിമ മണിയനും ഇല്ലേ കൊടുക്കില്ല. ഞാൻ കണ്ടു, മൂന്ന് ഹീറോയിൻസ് ആയിട്ടുണ്ടല്ലേ? 3 എണ്ണം. എനിക്കത് പറയുമ്പോ ഒക്കെ മറ്റേ റിസർവ് ബാങ്ക് വരെ ഉണ്ട്. 3 എണ്ണം, 2 എണ്ണം ഓടി. ഒരാള് മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ ഇപ്പോഴും. അതെന്തേ ഒരാള് മാത്രമേ ഇവിടെ ഇപ്പോഴും ഉള്ളൂ? ഇവിടെ രണ്ടുപേരും, ഐശ്വര്യയും പ്രതീക്ഷ അവരൊക്കെ ഓടി. അവര് ബോംബെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ ഞങ്ങൾ. പക്ഷെ നിങ്ങള് തെലുങ്കിലും തമിഴിലൊക്കെ ചോദിക്കേണ്ടി വരും. അല്ല, ശരിക്കും 3 സീനിലും കാണിക്കുന്നുണ്ട്. അപ്പൊ റൊമാൻസ് അങ്ങനെ പോകുന്നുണ്ട് അല്ലേ? ഈ 3 കാലഘട്ടത്തിന്റേതായിട്ടുള്ള 3 കഥയിലും ഉണ്ട് റൊമാൻസ് ഉണ്ട്. അത് ആ റൊമാൻസ് 3 തരത്തിലായിരിക്കണേ. ഞങ്ങളുടെ ഞങ്ങൾ ഭയങ്കര ഈക്വൽസ് ആണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഇടയിലുള്ള ഞങ്ങളുടെ ഇടയിലുള്ള രണ്ടുപേരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതില് ഒരുപാട് ഫാക്ടേഴ്സ് അതിന് കാരണമാകുന്നുണ്ട്. ഇതേപോലെ ഈ 3ലും 3 ഈക്വേഷൻസ് ആണ് ഈ കാമുകന്മാര് തമ്മിലുള്ള. ആദ്യത്തെ കുഞ്ഞിക്കേളുവിന്റെ ക്യാരക്ടർ ആയിരിക്കും ആ പ്രണയത്തില് ഡൊമിനൻസ്. ഇതില് ഈക്വൽ ആണ്. അജയന്റെ കുറച്ചും കൂടെ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള കൃതി ഷെട്ടിയുടെ ക്യാരക്ടറിനാണ് കുറച്ചും കൂടെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഇതുള്ളത്. അങ്ങനെയുണ്ട്. അത് ആ കാലഘട്ടത്തിന്റെയും ഇവരുടെ ജീവിത സാഹചര്യങ്ങളുടെയും ഒക്കെ കാരണം കൊണ്ട്. ഈ റൊമാൻസ് എങ്ങനെയുണ്ടായിരുന്നു? സുർബിയുടെ അടുത്ത് ചോദിച്ചേ. ടൊവിനോ വെളുത്തു കൊടുത്ത ഒരു സുന്ദരനാണല്ലോ. അല്ല അല്ല, മണിയൻ കറുത്ത് ദുഷ്ടനാണല്ലോ അല്ലെ? ദുഷ്ടനല്ല. ദുഷ്ടനോ? അല്ലല്ല, ദുഷ്ടനല്ല, നല്ല ആളാ. അപ്പോ ഈ ദേഹം മുഴുവൻ നന്നായിട്ട് പെയിന്റ് അടിച്ചിരിക്കുക. അതെ, പെയിന്റ് അടിച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ നമുക്കൊന്ന് തൊടണമെങ്കിലൊക്കെ വളരെ തൊട്ടാലൊക്കെ വെളുത്തു വരും. സ്വന്തം നിറം പുറത്തു വരും. അപ്പൊ തനി നിറം പുറത്തു വരും. തൊട്ടാൽ തനി നിറം പുറത്തു വരും. അപ്പൊ ഞങ്ങളുടെ ഒരു സീനുണ്ട്. ഞങ്ങളുടെ ഒരു റൊമാൻറ്റിക് സീൻ ഉണ്ട്. ഞങ്ങളുടെ റൊമാൻറ്റിക് ഒരു ലവ് മേക്കിംഗ് പോലത്തെ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് ജോമോൻ ചേട്ടൻ ഷൂട്ട് ചെയ്ത്. അതെ, ജോമോൻ ചേട്ടൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഞങ്ങൾ മോശമായിട്ടൊന്നല്ല, ഞങ്ങൾ കട്ടക്ക് നിന്നിട്ടുണ്ട്. അതെ, ജോമോൻ ചേട്ടൻ ഒരു ഇച്ചിരി സ്ഥലം എന്റെ മുടി അയച്ചിട്ടിരിക്കുന്നു, മണിയന്റെ മുടി. ഞങ്ങളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ ഞങ്ങക്ക് കിട്ടില്ല. മുഖം മാസ്ക് ആവും. അപ്പൊ അങ്ങനെയൊക്കെ എന്നാ അതിലൊരു മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് താനും. തൊടാനും പറ്റില്ല. എന്തൊരു റൊമാൻസ് ആയിരുന്നു അത്. അല്ലല്ല, പക്ഷെ ആ സീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് സിനിമയിൽ കാണുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര രസമായിട്ട് ഞങ്ങള് തമാശയായിട്ട് പറയണമെന്നുള്ളൂ. പക്ഷെ ഞങ്ങളവിടെ ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അത് പിന്നെ ഒരു നമുക്ക് പറയണമല്ലോ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം നേരത്തെ നമ്മളോട്, അദ്ദേഹം എന്ന് പറയുന്നു, നേരത്തെ വന്ന് നമ്മളോട് ക്യാമറയുടെ മുമ്പിലായതുകൊണ്ടാണ് അദ്ദേഹം എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ കംഫർട്ട് ആക്കി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീനൊക്കെ ഇപ്പൊ ഞാനൊന്നും അങ്ങനെ ഇപ്പൊ ഈ ടൈപ്പ് കാസ്റ്റിംഗിൽ പെട്ട പോലെ വേലക്കാരിയും പാൽക്കാരിയും ഒക്കെ ആയിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് ടൊവിനോ തോമസ് എന്ന് പറയുന്ന യുവനടന്റെ നായികയായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇതിനോട് ചോദിച്ചു, ടൊവിനോ സമ്മതിച്ചോ? അതെ, ഇല്ല, അതല്ല ടോവി, വേറെ പല ഇതിലെടുത്തും ഇപ്പൊ എന്റെ അടുത്ത് ഡയറക്ടറൊക്കെ വന്ന് കഥ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാനത് 100 ദിവസമൊക്കെ അഭിനയിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പറയും, അയ്യോ സുരഭി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ മാറ്റാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ പിന്നെ ഞാനിത് അതൊക്കെ ഫാക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ട് അത് മാറ്റാൻ പറഞ്ഞിട്ടുള്ള ആളുകൊണ്ട് ആളുകൾ നമുക്ക് ഇതൊക്കെ നമുക്കറിയാം. അതൊക്കെ പാർട്ട് ഓഫ് ലൈഫ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയാ, ഒരു മാർക്കറ്റ് അത് വളരെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ചില സമയത്തൊക്കെ. എന്താ പറഞ്ഞത്, നിന്നെ നായകനാക്കാൻ പറ്റില്ല. നായകനാക്കാൻ പറ്റില്ല, എങ്ങനെയാണത്, നമുക്കത് സാറ്റലൈറ്റ് ഇല്ല.
ഇതിപ്പോ ജോലി കിട്ടിയാലേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ജോലി തരുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് ചെയ്യും? ചെയ്യും? ലാസ്റ്റ് ഞാൻ പറഞ്ഞു അതിന് ഞാൻ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. എന്താ അത്? റഷ്യയുടെ ഒരു പഴയ സാറ്റലൈറ്റ് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടിയിടാം. എന്നിട്ട് നിങ്ങൾ ഈ അവസരം എന്താ? ശരിക്കും അവസരം തന്നാലല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ അതെ പറ്റും. അതെ അതെ അതെ. അപ്പോ അതിപ്പോ ജിതിൻ അങ്ങനെ ഒരു ഇത് അപ്പൊ ഇദ്ദേഹമാണെന്നുണ്ടെങ്കിലും വന്നിട്ട് നമ്മളുടെ അടുത്ത് അപ്പൊ അങ്ങനെ ഒരു സീനൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലും തൊടുവോ ഇതാക്കുക. ചില ആളുകൾക്ക് ഒരു ഇക്കിളൊക്കെ വരുന്നൊരു അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് ഇദ്ദേഹത്തിന് ഇക്കിളിയായോ? എനിക്ക് എന്ത് ഇക്കിളി? അപ്പൊ അയാള് സുരഭിയില് എന്റെ സുരഭി തിരിച്ച് കുളം എത്ര കൊക്കനെ കണ്ടോ? കോളം കെട്ടി മോനെ കലക്കി മോനെ. അത് കഴിഞ്ഞ അങ്ങനെ എന്തെങ്കിലും കംഫേർട്ട് ആയിട്ടുള്ള ഇതില്ലെങ്കിൽ എന്റെ അടുത്തൊന്ന് പറയണം. ആ സമയത്ത് അയ്യോ അങ്ങനെ ചെയ്യരുത് അങ്ങനെ പറയരുത്, ചമ്മി ആ ചെയ്ത് വിചാരിക്കില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ടോയി നീ നിന്നെ ഒന്ന് സൂക്ഷിച്ചോന്ന് പറഞ്ഞു. അവിടെ മാണിക്യമായിരുന്നു തൊടുന്നത്. മണിയൻ അവിടെ നിൽക്കുകയായിരുന്നു. മാണിക്യത്തിനെ പറ്റി സംബന്ധിച്ച് പറയുന്ന സമയത്ത് മണിയൻ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു കള്ളൻ, അതായത് എല്ലാത്തിനെ കുറിച്ചും അറിയാവുന്ന, ഭൂമിയെ അറിയാവുന്ന, എന്താണ് എല്ലാ കാര്യം അറിയാവുന്ന ഒരു കള്ളൻ, അയാൾ ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീ ആയിരിക്കും. അവര് വലിയ കള്ളി ഒരു കള്ളൻ സെലക്ട് അല്ല, ഒരു കള്ളൻ ഒരു കള്ളിയെ അല്ല സെലക്ട് ചെയ്യുക. ഈ കള്ളനെ സ്നേഹിക്കാൻ മനസ്സ് തോന്നുന്നുണ്ട്. കള്ളന് കള്ളിയാകുന്ന സമയത്ത് അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങനെയല്ല, വേറൊരു ഇന്റലക്ച്വൽ അങ്ങനെ ആയിരിക്കും. വേറൊരു തരത്തിലാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പം ആ തരത്തിലുള്ള രീതിയിൽ ഇപ്പൊ ഇദ്ദേഹത്തിന് അതിൽ കളരിപ്പായിട്ട് പഠിക്കാനുണ്ട്. മണിയന്റെ ഫൈറ്റ് സീക്വൻസിലും അല്ലെങ്കിലൊക്കെ നിൽക്കുന്നതിലൊക്കെ ഇതിന്റെ ആശാൻ വന്നിട്ട് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ കാന്താരയുടേതാണ് ആ സീക്വൻസിൽ ഉണ്ടെങ്കിലും വന്ന് നമ്മളൊരു സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുമല്ലോ, പറന്നൊക്കെ വന്നെന്ന്. അപ്പം അത് എങ്ങനെ ആ പൊസിഷനൊക്കെ അതൊക്കെ കറക്റ്റ് ചെയ്ത് അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹത്തിന് കളരി അറിയാം, ഇതൊക്കെ അറിയാം. അപ്പം മാണിക്യത്തിൻ്റെയും മണിയൻ്റെയും കണ്ടുമുട്ടലുകളും അവരുടെ പഴയ ലൈഫും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ കാണിക്കണമെന്നില്ല, പക്ഷെ സിനിമയിൽ കാണിക്കുന്നു വാട്ട് എവർ കാണിക്കുന്നു അതിന് ഇതിന്റെ ബാക്കപ്പ് ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും കളരി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ മറ്റേ വേറെ കുറെ ബ്ലാക്ക് മാജിക് പരിപാടി അങ്ങനെ ഇതൊന്നും നിങ്ങൾക്ക് സിനിമയിൽ കാണാൻ പറ്റില്ല. അതൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കഥാപാത്രത്തിനെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, നമുക്ക് വിശ്വാസം വരണമല്ലേ, നല്ല ബാക്കിയുള്ളവർക്ക് വരുള്ളൂ. പിന്നെ ടോവി അതിൽ നന്നായിട്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഒരു ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തിയേറ്ററൊക്കെ ആയിട്ട് ഇപ്പോൾ എൻ്റെ വിനോദ് മാഷും അതുപോലെ ജ്യോതിഷംജി ഇവരുടെയൊക്കെ കൂടെ അല്ലാതെ തോട്ട്സിനെ കുറിച്ചൊക്കെയുള്ള ആ ഒരു വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാനും വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു തിയേറ്റർ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു എനർജി ആയിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ. അതുവരെ ഇപ്പോൾ ഒരു സാധാരണ തീവണ്ടി മൊയ്തീന് ഒക്കെ ചെയ്തിട്ട് ആ ഒരു എനർജി കിട്ടുക, ഒരു ആക്ടർ ടു ആക്ടർ ആ ഒരു എനർജി കിട്ടുക എന്ന് പറയുന്നത് വളരെ, അല്ലെങ്കിൽ അത് ഒരു ഈക്വൽ ആയിരിക്കില്ല പലപ്പോഴും അത് ഇങ്ങോട്ട് വരുന്നത്. അത് സ്ക്രീനിലും മനസ്സിലാവും. അത് സ്ക്രീനിലും അത് ഐ തിങ്ക് അങ്ങനെ ഒരു എന്താ പറയാ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആകുന്ന സമയത്ത് ഐ തിങ്ക് അത് ഭയങ്കര ഒരു മാജിക് ആയിരിക്കും ഓൺ സ്ക്രീൻ. അത് എല്ലാ എങ്കിൽ ആ ഒരു എന്തോ ഒരു പോരായ്മ നമുക്ക് ഫീൽ ചെയ്യുന്ന കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ അപ്പോ ഇങ്ങനെ ടോവിന്റെ ഹീറോ ഞാൻ പറഞ്ഞു പോയിട്ട് ഇനി കുറച്ച് വെളുക്കൊക്കെ വേണോ, ഇനി ബ്യൂട്ടി ഇതിലോ ഒന്നും ചെയ്യരുത്, നിന്റെ കല നിന്റെ തടി ഇതെല്ലാം അങ്ങനെ ഇരിക്കണം. ആ കാലഘട്ടത്തിലുള്ള ഒരാളാണ് ടോവിനെ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് മാച്ചാക്കിക്കോളാം. എങ്ങനെ ഇരിക്കണേ റേഞ്ച് അതെ. അപ്പൊ റൊമാൻസ് 3 പേരായിട്ട് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് സുരഭിയായിട്ട് തന്നെയായിരുന്നു. അത് മൂന്ന് തരമുള്ളതാണ്. നമുക്കത് അത് കമ്പയർ ചെയ്യരുത്. ഇനി ബോംബെക്കും ചെന്നൈക്കും ഒക്കെ പോകാനുള്ളത് അവിടെ ഈ ചോദ്യം വരും. അല്ല അത് നിങ്ങൾക്ക് കാണുന്നത്, ഞാനല്ല അത് വിലയിരുത്തേണ്ടത്. പക്ഷെ അത് കണ്ടോ, അത് മൂന്ന് തരത്തിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ മൂന്ന് തരത്തിൽ ആ കെമിസ്ട്രി വർക്കായിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ വെച്ചാൽ ഒന്നിൽ ഞാൻ ഡോമിനേറ്റ് ചെയ്യണം, നമ്മുടെ നമ്മൾ മറ്റേ ഈക്വൽ, ഒന്ന് മറ്റേ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അത്
ഇതനുസരിച്ച് ഓപ്പോസിറ്റ് ആക്ടറും കൂടെ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് മറ്റേ ഇപ്പൊ ഐശ്വര്യ രാജേഷും കൃതി ഷെട്ടിയും ചില്ലറ പുള്ളികളല്ല. അവർക്കും അതറിയാം. അവർക്കത് മനസ്സിലായിട്ട് നമുക്ക് അതിന് മുമ്പുള്ള ഒരു പ്രെപ്പ് ഉണ്ടല്ലോ ഡയറക്ടറും എല്ലാം കൂടി നിന്നിട്ട് നമ്മളന്നിട്ട് അത് ചെയ്തു വെച്ചിട്ട് നോക്കുമ്പോ എല്ലാ സീനുകളും നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം വർക്കൗട്ട് ആവണം. അതായത് ഇവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോസ് വരെ പ്രണയത്തിൽ റിഫ്ലക്ട് ചെയ്യും. ഒരു ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറയുന്ന സമയത്ത് രണ്ടുപേരും ഒരേ ജാതി ആകുമ്പോ നേരെ തിരിഞ്ഞ് ഇയാൾ ഉയർന്ന ജാതിയും മറ്റേയാൾ താഴ്ന്ന ജാതി ആകുമ്പോ ഒക്കെ ആ പ്രണയത്തില് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതൊക്കെ വ്യത്യാസം വരും. ഇതെല്ലാം നമ്മൾ ആലോചിച്ചിട്ടും ഒക്കെ തന്നെയാണ് ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഒക്കെ. അത് സുജിത്തേട്ടൻ വളരെ ബ്രില്യന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മളങ്ങനെ പൊളിറ്റിക്സോ അങ്ങനെ ഒന്നും പറയുന്ന സിനിമയല്ല, ഇത് എന്റർടൈനർ ആണ്. പൊളിറ്റിക്സ് ഒക്കെ അതിനകത്ത് അണ്ടർലൈങ് ആയിട്ട് ഉണ്ടാവും. അതിപ്പോ നമ്മള് വെറുതെ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടാവാതിരിക്കാം. ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ള ഒരു പേര് ഓൾറെഡി ടൊവിനിക്കുണ്ട്. ടൊവി ഓൾറെഡി നേരത്തെ മായാനിധി ഓരോന്നും ചെയ്തേ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ അതിൽ നിന്നെല്ലാം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആക്ടറിലേക്കുള്ള ഒരു യാത്രയാണ്. യാത്രയാണോ? ഞങ്ങൾ ഒരു ആക്ടർ എന്ന് പ്രൂവ് അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല ഒരു ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ടറിലേക്ക് നമുക്ക് ഒരു ക്യാരക്ടർ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഇപ്പൊ ഒരു സ്റ്റാറിന് കൊടുക്കുന്നതും ഒരു നടന് കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു വളർച്ചയാണ്. അതിപ്പോ ഇവിടെ വെച്ച് അങ്ങ് തീർക്കാനൊന്നും പറ്റില്ല. ഇനി ഒരുപാട് ദൂരം മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് പോലെ തീരൂലല്ലോ. അതെ, നല്ല പഞ്ഞി കിട്ടത് ഇദ്ദേഹത്തിന് കേട്ടോ. ഇദ്ദേഹത്തിന്റെ മുറിവുകൾ ചതവുകൾ മുറിവെണ്ണയുമായിട്ട് സെറ്റിലേക്ക് വരുന്ന ഒരു ചേട്ടനായിരുന്നു. അതെ അതെ. ഇവർക്കൊന്നും മറ്റേതറിയില്ല. നമ്മള് രണ്ടാളും കളരി മറ്റേ അങ്കത്തല്ലുണ്ടല്ലോ, ഈ അങ്കത്തല്ല് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഗുരുക്കളുടെ റൂമിലോട്ട് വരും. ഗുരുക്കളുടെ റൂമിലോട്ട് വന്നിട്ട് പച്ചമുട്ടയും ചെന്നിനായകം ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സാധനമുണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് പിന്നെ അവിടുന്ന് റൂമിലേക്ക്, അതായത് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് രണ്ട് മുട്ടും ഷോൾഡറും കെട്ടി വെച്ചിട്ടാണ് വന്ന് കിടന്നുറങ്ങും. എഴുന്നേക്കുമ്പോഴത്തേക്കും ഈ മുട്ടകളിലേക്ക് ഇതിങ്ങനെ ഒടിച്ചു കളയണം അതായത് തുണി. എന്നിട്ട് നമ്മൾ വരുന്നു, ഫൈറ്റ് കഴിയുമ്പോ വീണ്ടും ഗുരുക്കളെ എല്ലാ ദിവസവും ഫൈറ്റ് കഴിഞ്ഞ് ഏർലി നൈറ്റ് ആയിരുന്നു ഫൈറ്റിന്റെ ഷൂട്ട് ഉണ്ട്. അപ്പൊ ഏർലി മോർണിംഗ് കഴിയും, 6 o'clock ആകുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഇതിട്ടിട്ട്, കാരണം അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് റെഡിയാവും. 5-6 ദിവസം എയറിലല്ലായിരുന്നു. എയറിലായിരുന്നു. ഇതിങ്ങനെ പറന്ന് താഴെ വീഴണ്ടേ. സീക്വൻസ് ഇതിലും ഉണ്ട്. പിന്നെ ഞാൻ ആ കളറി സീക്വൻസിന് ഞാൻ പ്രത്യേകം മെസ്സേജ് അമേരിക്കയിൽ നിന്ന് വരുത്തിച്ച കളറിക്കാരനാണിത്. അതെ, അമേരിക്കയിൽ നിന്ന് വരുത്തിയ ആരോമല്ല. അമേരിക്കൻ പാസ്പോർട്ടാണ്, അതറിയാമോ? അതെ, പിന്നല്ല നമ്മുടെ ഇരിക്കട്ടെ. അമേരിക്കൻ പാസ്പോർട്ടുള്ള സുഹൃത്തുക്കളൊക്കെ. ഇത് ഞാൻ എന്റെ ആദ്യത്തെ മൂവി കളറി ബേസ്ഡ് മൂവി ആയിരുന്നു, വീരം ജയരാജ് സാറിന്റെ. അപ്പൊ അതിനുവേണ്ടി എനിക്ക് കുറച്ച് നാള് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരു 1.5 വർഷം 2 വർഷത്തോളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നല്ലാതെ ഇതില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോഴൊക്കെ ഇതിന്റെ കൂടെയൊക്കെ ഞാനുണ്ട്. അപ്പം ഓരോ ക്യാരക്ടറൊക്കെ ഇവരുടെ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ട്. അപ്പൊ പേഴ്സണലി ഞാൻ അങ്ങനെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു സൗഹൃദ വലയത്തിൽ ഒരു വലിയൊരു മൂവി വരുമ്പോൾ അതിന്റെ കൂടെ ഇങ്ങനെ കഥ കേൾക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമൊക്കെ വേറെ നമ്മൾ ചെയ്യാമെന്നൊക്കെ പ്ലാനൊക്കെ ചെയ്തിട്ടുള്ള സാധനമാണ്. പിന്നെ അവസാനം ആണ് ഷൂട്ടിന് ഒരു 2-3 ആഴ്ച മുന്നെയാണ് പറയുന്നത് ഇങ്ങനെ വരണം എന്നുള്ള. ഞങ്ങള് ഈ കൽക്കി കഴിഞ്ഞിട്ടും എനിക്ക് അമേരിക്കൻ വല്ലതും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ശിവജിത്ത് ഇതുവരെ എനിക്ക് നമ്പർ വന്നിട്ടില്ലല്ലോ. ഞാൻ മെസ്സേജ് അയക്കും, അമേരിക്കയിലുണ്ട്, അടുത്ത ആഴ്ച എത്തും, എന്തെങ്കിലും വേണോ, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ. അല്ല, ഞങ്ങള് സ്ഥിരമായിട്ട് ടച്ചിലുണ്ട്, വരുമ്പോ കാണും. ഞാൻ നീലൊളിച്ചിന്റെ സമയത്ത് ഞാൻ വീട്ടിലൊക്കെ പോയിരുന്നു. ഞങ്ങള് സ്ഥിരമായിട്ട് ടച്ചിലുള്ള ആൾക്കാരാ. അപ്പൊ ഇത്രയും ഹാർഡ് വർക്കോടെ വളരെ, അപ്പൊ എന്തായാലും ടോബിക്ക് പേഴ്സണലി ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഒബ്വിയസ്ലി അപ്പൊ വീട്ടില് നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ വീട്ടുകാരാണല്ലോ. ഇപ്പം ലിഡി ആണെങ്കിലും മോനൊക്കെ ആണെങ്കിലും അപ്പം വളരെ ആ ഒരു ഫീലോട് കൂടിയിട്ടാണോ ഈ മൂവിന് ഇപ്പൊ ഒരു വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത്? നമ്മളുടെ ഈ പറയുന്ന ഞങ്ങളിപ്പോ പറഞ്ഞ ഫൈറ്റ് സീക്വൻസിന്റെ സമയത്തായിരുന്നു എന്റെ ബർത്ത്ഡേ 2023. ഓക്കെ, 23 ആദ്യം ജാനുവരിയിലെ. അപ്പൊ എന്റെ ഭാര്യ മക്കളൊക്കെ അവിടെ വന്നിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ മരക്കടാര് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്ന് ചീളുകൾ തെറിക്കും, തീപ്പൊരി തെറിക്കും, ചീളുകൾ തെറിക്കും. അപ്പൊ അവിടെ ഇവിടെയൊക്കെ മുറിയാ, ഇവിടെയൊക്കെ കുത്തി കയറും. ഞാൻ അവിടെ ഇവിടത്തൊക്കെ ബ്ലഡ് വരാ. ബ്രോ ഞാനില്ല ഈ പരിപാടിക്ക്. ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാത് എന്റെ മുറിഞ്ഞാൽ എനിക്കത് സഹിക്കാമെന്ന് ചോദിക്കാം. ഞാൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആളുടെ മുറിയുന്ന സമയത്ത് എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം, എനിക്കത് ഭയങ്കര ട്രോമയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല.
അപ്പൊ അത് ഞാൻ പറഞ്ഞു ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടുവരാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇത് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ അന്നൊക്കെ ഭാര്യ കാണുന്ന സമയത്ത് കഷ്ടം തോന്നും എന്നുള്ള, അതായത് ശരിക്കുള്ള എന്നെ അറിയാലോ, വലിയ പണിയൊന്നും എടുക്കാൻ ആഗ്രഹമില്ലാത്ത അതുപോലെ മടിയുണ്ട്, നല്ല മടിയുണ്ട് എനിക്ക്. രാവിലെ എണീക്കാൻ മടിയുണ്ട്, പണിയെടുക്കാൻ മടിയുണ്ട്, ജിമ്മിൽ പോകാൻ മടിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യണം, അതാ ഞാൻ പറഞ്ഞത്, വൃത്തികേടാണ് നമ്മൾ. പക്ഷെ ഈ സിനിമയിൽ 3 ദിവസം കൊണ്ടാണ് ഹോഴ്സ് റൈഡിങ് പഠിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അത് 3 ദിവസം കൊണ്ട് പഠിച്ചത് ഞാൻ കേവനായതുകൊണ്ടല്ല, 3 ദിവസമേ തന്നുള്ളൂ. അതാ പറഞ്ഞത്, നമ്മളുടെ 5000 രൂപ ചെലവ് പറഞ്ഞു വിട്ടു. കറുപ്പ് കുതിര വേണം അല്ലേ, കുതിരക്കൊക്കെ നിറം. അതുപോലെ വേറെ ഒരു സീനില് ഈ കുതിര മാറിപ്പോയോ? അല്ല, കുതിരനെ കുറച്ച് ദിവസം മുമ്പ് നേരത്തെ കൊണ്ടു നിർത്തണം എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ കുതിരയായിട്ടൊരു പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ കുതിരനെ ഷൂട്ടിന്റെ അന്ന് ആണ് കൊണ്ടുവരുന്നത്. കുതിര 5-8 മണിക്കൂർ പെട്ടിയോട്ടശീലിൽ നിന്ന് വന്ന് കുതിര ഛർദിച്ച്, അപ്പൊ ആ കുതിരനെ നമ്മൾ എങ്ങനെയാ ഓട് ചാട് എന്നൊക്കെ പറയണ എങ്ങനെയാണ്, നമുക്കത് പറ്റില്ല. മാത്രല്ല ആ കുതിരനെ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാർ പന്തവുമായിട്ടൊരു ആൾക്കൂട്ടം കൊണ്ട് വരുന്നതും കുതിരക്ക് പന്തം കണ്ടു കഴിഞ്ഞാൽ ഓടാൻ പാടില്ല എന്നുള്ള അറിയില്ലോ. കുതിര എന്നെ കൊണ്ട് ഒറ്റ പോക്കാണ് പോകും. ഞാൻ ഈ കാട്ടിക്കട ഈ ശബ്ദം ഉണ്ടാക്കണം, ഇത് വലിക്കുകയും വേണം, അങ്ങനെ നിക്കും. അപ്പൊ അതുവരെ ഞാനിങ്ങനെ കുതിരെ മോളെ ഞാൻ കപ്പലിന് മിഠായി കൊടുക്കും, തേനിലാവ് കൊടുക്കും, അതിന് മറ്റേ ബ്രഷ് ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന അവസാനം ഞാൻ ഭയങ്കര തെറി കുതിരേനെ, ഒരു ഷോട്ട് എടുത്തോട്ടെ പ്ലീസ്. അതും കുതിരക്ക് മനസ്സിലാവില്ല. ഓക്കെ, ശരി. ഇനി വേറെന്നുള്ളത്, എല്ലാവരും ഇപ്പൊ ഈ സെപ്റ്റംബറിൽ മലയാളത്തിലെ 3D മൂവി വരാൻ പോണു നമുക്ക് ഈ ഓണത്തിന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ബറോസ് ആയിരുന്നു. അപ്പോഴാണ് അവിടെ അതങ്ങ് മാറി, അത് ഈ ഓണത്തിന് റിലീസില്ല, പകരം ഈ ഒരു 3D മൂവി ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോണു. ആ ഒരു വ്യത്യാസം വെച്ചാൽ ബറോസ് 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണോ. നമ്മള് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് 3D ചെയ്തത്. മാത്രമല്ല നമ്മൾ പക്ഷെ ഷൂട്ടിന്റെ സമയത്ത് 3D ആണെന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് അനുസരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ജോമോൻ ചേട്ടൻ ഏതോ ഒരു ക്യാമറ ഇന്ത്യയിൽ ആദ്യമായിട്ടോ അങ്ങനെ എന്തോ, പേര് ചോദിക്കരുത്, അങ്ങനെ എന്തോ ഒരു സംഭവം അല്ല, അങ്ങനെയാണ് അത് ഫസ്റ്റ് നമ്മുടെ സിനിമയ്ക്ക് ഉപയോഗിക്കുന്നത്. ജോമോൻ ചേട്ടന്റെ ഇന്റർവ്യൂല് എപ്പോഴെങ്കിലും പറയായിരുന്നു സൂപ്പർ 35 അതല്ലേ, വേറെ എന്തോന്നു ഒന്ന് കട്ട് ചെയ്യാമോ? ഞാൻ പുറത്തുനിന്ന് ഗൂഗിളിന് അറിയാം എന്ത് ഏത് ക്യാമറ അല്ല, അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോ അതൊരു ജോമോൻ ചേട്ടൻ ലെൻസ് കൊണ്ട് ജോമോൻ ചേട്ടൻ ഇതിലേക്ക് വന്നപ്പോ എന്താണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ജോമോൻ ചേട്ടനാണ് ഞങ്ങളുടെ ഈ സിനിമയിൽ ഞങ്ങളുടെ ഈ ടെക്നീഷ്യൻസിന്റെ ആക്ടേഴ്സിന്റെ ഒക്കെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള്. മൊയ്തീന്റെ സമയത്തും സ്റ്റാർ ക്യാമറമാനാണ് പുള്ളി. ആ സമയത്ത് അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറാണ് ജിതിൻ, അതിനകത്ത് സഹനടനാണ് ഞാൻ. ഒരു നടി ഒരു നടിയായിരുന്നു. അതിനകത്ത് സ്പോട്ട് എഡിറ്ററാണ് നമ്മുടെ ഷമീർ മുഹമ്മദ്, എഡിറ്റർ. അതിനകത്ത് 2 പേര് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ 2 പേരും ഇതിനകത്ത് അസോസിയേറ്റ്സ് ആണ്, ശരത്തും ശ്രീതും. അതിനകത്ത് ചീഫ് അസോസിയേറ്റ് ആണ്, ഇതിനകത്ത് ചീഫ് അസോസിയേറ്റ് ശ്രീലാലേട്ടൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അല്ലേ ജോമോൻ ചേട്ടനെ അപ്പൊ നമ്മളൊരു ലുക്കിംഗ് അപ് ടു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് ജോമോൻ ചേട്ടന്. അതായത് നമ്മൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ സിനിമയിൽ വരുമ്പോഴത്തേക്കും പുള്ളി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആണ്. എനിക്കെന്ന് വെച്ചാൽ അതിനു മുമ്പ് ABCDയും ഒക്കെ ജോമോൻ ചേട്ടനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ജോമോൻ ചേട്ടന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് യാതൊരു സംശയമില്ലാത്തതാണ്. പക്ഷെ നമുക്ക് ഒരു ഗൈഡിങ് ഫോഴ്സ് പോലെ നിന്ന് ഇതിന്റെ നമ്മുടെ ഒരു എല്ലാവരുടെയും ആഗ്രഹത്തിന്റെയും വിഷന്റെയും ഒക്കെ കൂടെ നിന്ന് ഒരു പരാതിയും പറയില്ല, ഒരു കംപ്ലൈന്റ്സ് ഇല്ലാത്ത ആളാണ്. ഒരു സംസാരം ഒന്നുമില്ല ആക്ടേഴ്സിന്റെ. പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു തരും, ആക്ടേഴ്സിനെ ബുദ്ധിമുട്ടിക്കില്ല. അവരുടെ എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ വലിയ ഒച്ചയും ബഹളമൊന്നും എടുക്കാതെ കുറച്ചുകൂടെ നീങ്ങുന്ന ആ ലൈറ്റ് നിങ്ങൾക്ക് കിട്ടും, ഇങ്ങോട്ട് നിന്ന് ഇത് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ അതൊക്കെ നമുക്ക് അത് വേണമെങ്കിൽ പറയാതെയും ഇരിക്കാം. അപ്പൊ അതൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷെ ഇതില് അതുപോലെയല്ല. ഇതിൽ അതിനകത്ത് നമ്മള് വൈകുന്നേരങ്ങളിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവും, ഡിസ്കസ് ചെയ്യും. നാളത്തെ സാധനം ഇന്നെടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളത് അനലൈസ് ചെയ്യും. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമ്പോഴത്തേക്കും ഇന്ന് ഷൂട്ട് നടക്കില്ല വിചാരിച്ചിട്ടാണ് ഇറങ്ങണേ. ഞാൻ എത്രയോ ദിവസം കണ്ണൂരെത്തി തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അന്ന് ഒരു പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂർ തന്നെ, അതേ സുരഭി ഇന്ന് ഷൂട്ടില്ല കേട്ടോ, എവിടെ എത്തി? ഞാൻ പറയും ഞാൻ കണ്ണൂരെത്തി.
തിരിച്ചു പൊക്കോ തിരിച്ചു പൊക്കോ, ഞാൻ വിളിക്കാവേ, ഒന്നും വിചാ ടീ തരും എന്നിട്ട് വിടും. അയ്യോ സുരഭി ഇത് പറഞ്ഞപ്പോഴേ സുരഭിയുടെ ഇപ്പൊ വൈറലായില്ലേ മറ്റേ ഇല്ലുമിനാട്ടി പാടിയില്ലേ കോഴിക്കോട് സ്റ്റൈലില്ലേ, അതും കൂടെ ഒന്ന് പാടിക്കാം. അയ്യോ ഇന്റർവ്യൂ അതല്ല, എനിക്ക് വരികൾ അറിയില്ലല്ലോ. അറിയാവുന്ന പോലെ പാടിയാ എന്തായിരുന്നു ആ പാട്ട്? ഇല്ലുമിനാട്ടിയുടെ വരികളൊന്നും കൊടുത്താലോ? ഉലകിതിലാരോടും കേൾക്കാത്തൊരു വീരനാം കരളിതിൽ അമ്മയ്ക്കായി തേടുന്ന പൈതൽ ഇല്ലുമിനാറ്റി, ഇല്ലു 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 ഇല്ലുമിനാറ്റി. അത് വേറൊരാൾ പാടിയുണ്ട്, ഞങ്ങളും കൂടെ പാടിയതാണ്. അതിന്റെ ഓത്തർ ഇതല്ല, വേറെ ആളുണ്ട്. അല്ല ഓതറല്ല, അതെ ഞാൻ കണ്ടു ആ വീഡിയോ. വേറെ ഉപജ്ഞാതാവ്, അത് വേറൊരു പയ്യൻ പാടിയതായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എനിക്കും അത് പക്ഷെ ഭയങ്കരമായിട്ട് വൈറലായി. അത് കൊറേ പേര് അത് കണ്ട് ഇതൊക്കെയായി. അതിന്റെ എഴുത്തുകാരനും മ്യൂസിക് ഡയറക്ടറും എന്നെ കാണരുതേ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ അതൊക്കെ ആ ഒരു ഇതിൽ തന്നെ എടുക്കുള്ളൂ. ഇനി നമുക്ക് ജിതിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ തീർച്ചയായും. ആരായിരുന്നു കേൾക്കുന്നുണ്ടോ? എടാ ദുഷ്ടാന്ന് ചോദിക്കും. ജിതിനും അതുപോലെ തന്നെ സുജിത്തേട്ടനും. പറയൂ അവരെയും അത് മറ്റേ കള്ളനും കൊല്ലനും കൂടെ പറഞ്ഞ പോലെയാണ് സംവിധായകനും എഴുത്തുകാരനും കൂടെ ഒരു ഡെഡ്ലി കോംബോ ആണ്. ഇവര് എപ്പോഴും ഇവര് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളും അതിന്റെ ഇടയിൽ പോയിരിക്കും, നമ്മളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർ രണ്ടുപേരുടെയും ഗുണം എന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കര ഓപ്പൺ ടു സജഷൻസ് ആണ്. ഒപ്പം സിനിമ മൊത്തം തലയിലുണ്ടല്ലോ, ഈ സിനിമ മൊത്തം തലയിലുണ്ടല്ലോ. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര നമുക്ക് അവിടെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ചെയ്ത് നോക്കാം, വർക്കാവണേ വർക്കൗട്ടെ എന്നുള്ള ചിന്ത നമുക്ക് വരില്ല. കാര്യം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അതിനുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടും. പിന്നെ അതേസമയം നമുക്ക് ആ തരുന്നൊരു സ്പേസ് ഉണ്ടല്ലോ, നമ്മള് എങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചെയ്ത് നോക്കാം എന്ന് പറയുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ നമുക്ക് തരുന്നത്. പിന്നെ വേറെ അതിനു മുമ്പ് കണ്ട ടൊവിനെ അല്ലാതെ അത് എന്തൊക്കെ വേണ്ടെന്നുള്ളത് ഇപ്പൊ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ വേണ്ട ടൊവിയുടെ മുൻകാല ചിത്രങ്ങളിൽ നിന്ന് എന്തെല്ലാം ആ ഒരു സ്റ്റൈലൊക്കെ വേണ്ടെന്നുള്ളത് പുള്ളി കൃത്യമായിട്ട് അറിയുന്നു. അപ്പൊ പറയും ഇത് വേണ്ട, അല്ല അങ്ങനെ അല്ല, അത് പലതും ഉണ്ട്. പറഞ്ഞാല് ബ്രോ എനിക്ക് അഭിനയിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു തരാനൊന്നും അറിയില്ല, പക്ഷെ എന്ത് വേണ്ട, അതായത് റിപ്പീറ്റേഷൻ വേണ്ടാത്തോണ്ടല്ല, അല്ലാണ്ട് മോശമായതുകൊണ്ടല്ല. ഈ ക്യാരക്ടറിന് ഇപ്പം മനസ്സിൽ വിചാരിച്ചേക്കുന്നതാണ്. എന്തൊക്കെ വേണ്ട എന്ന് അവൻ പറഞ്ഞു തരുമ്പോ ഇപ്പുറത്തെ സൈഡിൽ അവൻ എനിക്ക് തരുന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ വേണ്ടാത്തത് ഒഴിച്ചു ബാക്കി എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ നമ്മളെടുത്ത് വന്ന് പറയും ഒരു 2 കട്ട കുറച്ചോ, അല്ല ഒരു 8 കട്ട കൂട്ടിക്കോ. അതായത് അത് കട്ട കൂട്ടി ഒരു 10 വരെ നമുക്ക് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മീറ്റർ പറഞ്ഞു തരികയും പിന്നെ അതിനുള്ളൊരു നമുക്ക് മ്യൂസിക് ഇട്ട് തരികയും ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പുള്ളിയുടെ മൂഡ് പോകുന്നതായിരുന്നു അവിടുത്തെ മൊത്തം അറ്റ്മോസ്ഫിയർ, പല പ്രശ്നങ്ങളും അതിനൊക്കെ ഇതാക്കിയിട്ട്. പിന്നെ കുലുങ്ങിയില്ല, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അതിന് സപ്പോർട്ടായിട്ട് കുനുകുനു 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 പറഞ്ഞിട്ട് സുജിത്തേട്ടൻ. ഇനി ബേസിലിനെ കുറിച്ച് പെട്ടെന്നൊന്ന് ഞാൻ ചോദിക്കട്ടെ. ഇന്റർവ്യൂ ഇട്ടാണെങ്കിൽ അവന്റെ പേര് ഇവരുടെ എനിക്ക് അതിന്റെ ഒരു ഗിമിക്സ് അറിയാനാണ് ടോബി. നിങ്ങൾ ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ ഇതിനകത്തും ഉണ്ട് ബേസില്. ഇപ്പൊ ടോബി ഇത് പ്രൊഡക്ഷൻ കമ്പനി വന്നപ്പോൾ അതിൽ നായകനായിട്ട് ബേസിലാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഈ നേരത്തെ ഹരീഷൊക്കെ പറഞ്ഞ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇങ്ങനെ എന്തോ ഒരു കെമിസ്ട്രി നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. അത് ഞാൻ എപ്പോഴും പറയണതാണ്. ഞങ്ങൾ ഈ മിന്നലുകളുടെ ഇന്റർവ്യൂവിൽ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളവരുണ്ടാട്ടോ അത്. അതായത് ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ളിൽ കൊച്ചു കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ ഞാൻ ഫോണിലൊക്കെ കുറെ നേരം സംസാരിക്കാൻ ഒരു കാര്യമുള്ള കാര്യമായിരിക്കില്ല. പൊട്ട തമാശകളൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്ന തമാശ ഒരു ചളി, നമ്മളൊരു ചളി അല്ലെങ്കിൽ പൺ എന്ന് പറയുന്ന സമയത്ത് ഒരാൾ പറയുകയും മറ്റൊരാൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന ചളി ഇവന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെന്ത് ചളിയാ എന്ന് പറയുള്ളൂ. ഞാനത് വിഷ്വലൈസ് ചെയ്തിട്ട് പറയണേ. അതോ അതിനേക്കാൾ നല്ലൊരു വിഷ്വൽ ഇവന് കിട്ടും ഞാൻ ആ ഒരു ചളി പറയുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമ ആഗ്രഹിച്ചു വന്ന 2 സ്മോൾ ടൗൺ ബോയ്സിന് എവിടെയൊക്കെ അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ട്. അതിന്റെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതില് ഈ ഒരു ഇവരിങ്ങനെ നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നടക്കുകയല്ലേ. അപ്പൊ നമ്മുടെ ടൈം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കാണ് ചോദിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി നമ്മുടെ ഓണം ഇപ്പൊ എല്ലാവരും ഓണത്തിന് ഇനി ഏതൊക്കെ മൂവി കാണണം എന്നുള്ള പ്രതീക്ഷയിലാണ്. അതിലെല്ലാവരുടെയും ലിസ്റ്റിൽ ഫസ്റ്റ് ഇതാണ്. അപ്പോൾ ആ പ്രതീക്ഷയോടെ ഞങ്ങൾ പോണോ അതോ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് പോയി കാണണം ഈ മൂവി? പ്രതീക്ഷിച്ചോ, പക്ഷെ ഇന്നതായിരിക്കും തീരുമാനിക്കരുത്. ആണല്ലേ?
ഒന്നും അതായത് ഇന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാതെ ഓക്കെ നല്ലൊരു പടമായിരിക്കും എന്ന് പ്രതീക്ഷ പറയാം. അല്ലേ? അതെ. ഫൺ ഉണ്ടാവും. എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഞങ്ങളുടെ മനസ്സ് എന്താ പറയാ കാണുന്നവർക്ക് പറഞ്ഞു നമ്മൾ അങ്ങനെ ഇറങ്ങട്ടെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവിധ വിശ്വസും നമുക്ക് വീണ്ടും കാണാം. സന്ധിക്കും വരയ്ക്കും. വണക്കം. Thank you. താങ്ക് യു.